രാഹുൽ ഗാന്ധി പങ്കെടുത്തിട്ടില്ല. ഹരിയാനയിൽ അത്രമാത്രം റാലികളിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തു. കരുത്ത് കാട്ടുകയാണ് രാഹുൽ ഗാന്ധി. ഹരിയാനയിൽ മോദി പ്രഭാവം മങ്ങുമ്പോൾ രാഹുലിന്റെ ആ റാലികൾ വിജയം കാണുകയായിരുന്നു. ഹരിയാനയിൽ ഗുസ്തി താരങ്ങളെ ഒപ്പം നിർത്തിയത് വിജയം കാണുകയാണ്. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടി പക്ഷേ ഇന്ത്യ സഖ്യത്തിനോടൊപ്പം മത്സരിക്കാതിരുന്നത് അവർക്ക് അതിൽ ദോഷം ചെയ്യുകയും ഉണ്ടായി. പക്ഷെ ഇവിടെ വോട്ട് കട്ടിംഗ് ഉണ്ടാകും. ആം ആദ്മി പാർട്ടി അവിടെ BJP-യെ സഹായിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഭരണവിരുദ്ധ വികാരം കേന്ദ്രീകരിക്കുമ്പോൾ അത് ഏത് പാർട്ടിക്കാണോ ജയിക്കുവാനുള്ള സാഹചര്യമുള്ളത് അങ്ങോട്ട് തന്നെ ജനങ്ങൾ ശ്രദ്ധ ചെലുത്തും. അതാണ് ഇപ്പോൾ ഹരിയാനയിൽ കണ്ടത്. 56 സീറ്റുകളുടെ ലീഡാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. BJP-ക്ക് 23 സീറ്റുകളിൽ മാത്രം ലീഡ്. പക്ഷേ ജമ്മു കാശ്മീരിൽ 45. അതായത് 90 സീറ്റുകളിലെ ലീഡ് നിലയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് ഒരേ ഒരു സീറ്റിന്റെ കുറവ് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് NC സഖ്യത്തിനുള്ളത്. 46 എന്ന നമ്പറിലേക്ക് എത്താൻ ഒരേ ഒരു സീറ്റിന്റെ ജമ്മു കാശ്മീർ ഇനി വേദിയാകില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ലീഡ് നില വെച്ച് നോക്കുകയാണെങ്കിൽ. മൂന്ന് നേതാക്കളെ അയച്ചവർ അതേപടി തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങി വരേണ്ടി വരുമോ BJP-യുടെ നേതാക്കൾക്ക് എന്നതാണ് കണ്ടറിയേണ്ടത്. പക്ഷേ അപ്പോഴും BJP പ്രതീക്ഷ കൈവിടുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. 28 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർ 12 എന്ന ടാലി നിലനിൽക്കുകയാണ്. PDP-യുടെ സംഖ്യയിലും കാര്യമായ മാറ്റമില്ല. ഇപ്പോൾ 28 സീറ്റുകളിലും BJP ലീഡ് ചെയ്യുന്നത് ജമ്മു മേഖലയിലാണ്. അങ്ങനെയെങ്കിൽ രണ്ടിടത്തും ജമ്മുവിലുമുണ്ട്, അതുപോലെ തന്നെ കശ്മീരിലുമുണ്ട്. ജമ്മു മേഖലയിൽ BJP-യാണ് കൂടുതൽ സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നത്. കശ്മീർ മേഖലയിൽ കോൺഗ്രസും NC-യും ചേർന്നുള്ള സഖ്യം അവിടെ 5 സീറ്റുകളിൽ BDP. മറ്റുള്ളവരും ഈ 12 മറ്റുള്ളവർ എന്ന് പറയുന്നതും കശ്മീർ മേഖലയിലാണ്. 47 സീറ്റുകളുള്ള കശ്മീർ മേഖലയാണല്ലോ കൂടുതൽ സീറ്റുകളുള്ളത്. മഞ്ജുഷ്, ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം ഈ സൂചിപ്പിക്കുന്നത് പോലെ BJP-ക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവിടെ കോൺഗ്രസ് NC സഖ്യം 45 ഉണ്ട്, PDP 5 ഉണ്ട്. അങ്ങനെയെങ്കിൽ 50, അതായത് ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ചാൽ പോലും 48 എന്ന അക്കം മതി. അതിനു മുകളിലേക്ക് ഇവർ കൈകോർത്താൽ എത്തുന്ന സാഹചര്യമാണുള്ളത്. കശ്മീരിൽ എന്തായാലും ഒരു സഖ്യ സർക്കാർ ഉണ്ടാകുവാനായിട്ട് കുറച്ച് സീറ്റുകളുടെ കുറവേ ഉള്ളൂ എങ്കിൽ അവിടെ PDP സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെയും NC-യെയും പിന്തുണയ്ക്കും. കാരണം അവിടെ ഒരു ദുർബലമായ ഒരു ഭരണം ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ PDP. അവിടെ രാഷ്ട്രപതി ഭരണം വരുന്നതിനെയോ അവർ ഇഷ്ടപ്പെടുത്തില്ല. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന അവസരം കൂടിയാണത്. അതിന് പ്രയോജനപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന് മെഹബൂബ മുഫ്തി എത്തിയില്ലെങ്കിൽ കോൺഗ്രസ് NC സഖ്യവും PDP-യും തമ്മിലുള്ള വീണ്ടും ഒരു രാഷ്ട്രീയ കരുനീക്കം അവിടെ ഉണ്ടാകുമോ? അവിടെ PDP എന്തെങ്കിലും കൂടുതൽ സമ്മർദ്ദം ചെലുത്തുമോ എന്നുള്ള കാര്യമുണ്ട്. പക്ഷേ ഒമർ അബ്ദുള്ള തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയായി വരുവാനുള്ള സാഹചര്യമാണ്. മോഹൻ വർഗീസ്, എന്തായാലും ജമ്മു കാശ്മീരിൽ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയായി വരും. ഇതിന്റെ ഒരു വ്യക്തമായ സൂചന ഇപ്പോഴത്തെ ലീഡ് നില വെച്ച് നമുക്ക് പറയാൻ കഴിയുമല്ലോ. മഞ്ജുഷ്, ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞിട്ടുണ്ട്. 45 സീറ്റുകൾ, 90-ൽ 45 സീറ്റിലെ ലീഡ് നില. ഇത് ലീഡ് നില മാത്രമാണ്. ആത്യന്തിക ഫലം അങ്ങനെയാണെങ്കിൽ ഒരു സീറ്റിന്റെ കുറവ് മാത്രമാണ് ഉണ്ടാവുക. അത് PDP-യുടെ വിലപേശൽ ശക്തി പോലും കുറയും. PDP-ക്ക് ഇപ്പോൾ 5 സീറ്റുകൾ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ 45 + 5 50 സീറ്റുകൾ, അത് കംഫർട്ടബിൾ മെജോറിറ്റിയാണ്. BJP-യുടെ ഭാഗത്ത് നിന്ന് 5 നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ മാജിക് നമ്പറിലേക്ക് എത്താൻ ഇപ്പോഴത്തെ നിലയിൽ BJP കഴിയില്ല. അതുകൊണ്ട് വലിയ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് വലിയ സാധ്യതയൊന്നുമില്ല. BJP നിരീക്ഷകരെ കാശ്മീരിലേക്ക് വിട്ടു എങ്കിൽ പോലും അവർക്ക് കാര്യമായി ഒന്നും തന്നെ ചെയ്യാനില്ലാത്ത ഒരവസ്ഥയിലാണ്. പക്ഷേ ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്ന അവസാന ഫലങ്ങളിൽ ഇപ്പോൾ കാണുന്ന 45-ൽ നിന്നും ഇന്ത്യ മുന്നണിക്ക് 42-ലേക്കോ 40-ലേക്കോ താഴേണ്ടി വന്നാൽ അത് PDP-യുടെ കടുത്ത വിലപേശൽ അവിടെ ഉണ്ടാകും. 5 സീറ്റുകൾ വെച്ചുകൊണ്ട് അവർക്ക് കടുത്ത വിലപേശൽ നടത്താനുള്ള സാഹചര്യം ഒരുക്കും. അപ്പോൾ ഇപ്പോൾ ഈ നിമിഷം ഉരുത്തിരിയുന്ന സാഹചര്യത്തിൽ തീർച്ചയായും 12 അതേഴ്സ് എന്ന് പറയുന്ന 12 പേർക്ക് കാര്യമായ സ്വാധീനം ഉണ്ടാവില്ല. അവരെല്ലാം തന്നെ ഇന്ത്യ മുന്നണിയോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടാനാണ് സാധ്യത. കാരണം മന്ത്രിസ്ഥാനങ്ങളും മറ്റ് ഫ്രീബീസും എല്ലാം ഓഫർ ചെയ്യാൻ കഴിയുന്നത് ഭരണത്തിൽ വരുന്ന കക്ഷിക്കാണ്. പക്ഷേ ഇവിടെ BJP-ക്ക് ഇപ്പോൾ ഈ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സംഖ്യ ഈ സ്വതന്ത്രരൊപ്പം കൂട്ടി പോലും നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇപ്പോൾ BJP-ക്ക് അവകാശപ്പെടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്വതന്ത്രമായ ഒരു തെരഞ്ഞെടുപ്പ് കാശ്മീരിൽ സാധ്യമാക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു, ഇല്ലേ? അതായത് ജനാധിപത്യത്തിന്റെ വിജയം അവിടെ കണ്ടു. അത് ഈ നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു, അക്രമങ്ങൾ ഉണ്ടാകാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അങ്ങനെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് BJP കഴിയുമല്ലോ. ഇപ്പോൾ ഒമർ അബ്ദുള്ള പറയുകയാണ് അവിടെ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ സുതാര്യമല്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന്. അതെ, ഇല്ല, അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. വിജയിച്ചാലും പരാജയപ്പെട്ടാലും BJP-യെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 46 എത്തി. ശ്രീ മോഹൻ വർഗീസ്, 46 എന്ന മാജിക് സംഖ്യയിലേക്ക് കോൺഗ്രസും NC-യും ചേർന്നുള്ള സഖ്യം എത്തിയിരിക്കുകയാണ്. ലീഡ് നില വെച്ച് നോക്കുമ്പോൾ, അതായത് കേവല ഭൂരിപക്ഷത്തിലേക്ക് വേണ്ട സംഖ്യ ഹരിയാനയിലും
ജമ്മു കാശ്മീരിലും ഉറപ്പിക്കുവാനായിട്ട് കോൺഗ്രസിനും NC-ക്കും കഴിഞ്ഞു. ഈ ടാലിയിൽ പിന്നോട്ട് പോയില്ല എങ്കിൽ കോൺഗ്രസ് NC സഖ്യം ജമ്മു കാശ്മീരിൽ സർക്കാർ രൂപീകരിക്കാൻ പോവുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, അങ്ങനെ തന്നെയാണ് കരുതാൻ ഒക്കുന്നത്. ഇവിടെ വലിയ തിരിച്ചടി തന്നെയാണ് ഹരിയാനയിൽ സംഭവിച്ചത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ്. BJPക്ക് പരമ്പരാഗതമായി വലിയ ശക്തിയുള്ള ഒരു സംസ്ഥാനം ആയിരുന്നില്ല ഹരിയാന. പക്ഷേ 2014 മോദി തരംഗത്തിന്റെ ചിറകിലേറി ഹരിയാനയിൽ വ്യക്തമായ ഭൂരിപക്ഷം BJP ഒറ്റയ്ക്ക് നേടി എന്ന് പറഞ്ഞപ്പോൾ പല പ്രിയങ്ങളും ചൊളിഞ്ഞു. എന്നാൽ വീണ്ടും അതേ നമ്പർ ആവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 2019 വീണ്ടും BJPക്ക് ഏറ്റവും വലിയ കക്ഷിയാകാനും ഭരണത്തിലെത്താനും കഴിഞ്ഞു. അവിടെ നിന്നാണ് ഈ വലിയ പതനത്തിലേക്ക് സംഭവിച്ചിരിക്കുന്നത്. മോദി അധികം തെരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിച്ചു പോലുമില്ല. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന വലിയ കൊടുങ്കാറ്റിനെ കുറിച്ചുള്ള സൂചനകൾ അദ്ദേഹത്തിന്റെ പാർട്ടിക്കും മുൻകൂട്ടി തന്നെ ലഭിച്ചിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് ഏറെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന കാര്യം തന്നെയാണ് കോൺഗ്രസിന് വലിയ വിജയമുണ്ടാകുക എന്നത്. എന്നാൽ ഇപ്പോൾ 3-2 ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ഹരിയാനയിൽ. അങ്ങനെയെങ്കിൽ വലിയ തിരിച്ചടി തന്നെയാണ്. ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസ് പാർട്ടി വീണ്ടും ചുവടുറപ്പിക്കുന്നു എന്ന സൂചന കൂടിയാണ് ഇവർ വരുന്നത്. അതായത് ഹിമാചൽ പ്രദേശിൽ മാത്രമാണ് അല്ലെ കോൺഗ്രസിന് ഹിന്ദി ഹൃദയഭൂമിയിൽ സ്വാധീനമുള്ളത്. അതിപ്പോൾ ഹരിയാനയിലേക്ക് നീങ്ങുന്നു. ഇനി അടുത്ത സംസ്ഥാനങ്ങളായിട്ട് വരുന്നു, ഡൽഹിയിലേക്ക് വരുന്നു, ഇല്ലേ, ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അങ്ങനെ ഒരു കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റത്തിനുള്ള ഒരു തുടക്കം അതിപ്പോൾ ജയറാം രമേശ് പറഞ്ഞു.